വീട്ടിൽ പോകാനാണിത്. കഴിഞ്ഞ കച്ചവടം. ഇത്രയും ജനങ്ങളാണ്. വിൽക്കുന്നവരും മേടിക്കുന്നവരും ഉണ്ട്. മേടിക്കാനും വിൽക്കാനും. ಗೊಟ್ಟುಗೋಲ ಕತ್ತದ ഉണക്കമീൻ എല്ലാ സ്ഥലത്തിലും വിൽക്കാനുണ്ട്. ഇവിടെ ഒരു ഉണക്കമീനാണ്. ഇത്രയും ഉണക്കമീനാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത്. കുറേ സാധനങ്ങളൊക്കെ വീട്ടുവെല്ലാം ഉണ്ടാക്കിയിട്ട് വന്നിട്ടാണ്. ഈ വെറ്റിലൊക്കെ ഒക്കെ മേടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ. പഴം भीतर में තියෙන එකක් 50ද? එකක් 50. මේ 12ක් ගන්න එකේ බිත්තර ගන්න 10ක්. ගෙනියන්න පුළුවන්ද කඩන්න නැතුව? ගේ ළඟ තියෙන කඩේ තියෙනවද බිත්තර? තියෙනවද? එහෙනම් ගන්න. කඩේ. ഒരു മുട്ടക്ക് 50 രൂപ പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലേണ്ട് പറഞ്ഞാൽ അത്ര ഒരു പൈസ ഒന്നുമല്ല 50 രൂപ ഇവിടേക്ക്. നമ്മുടെ നാട്ടിൽ 5 രൂപ പോലെ തന്നെ ഈ 50 രൂപ ഇങ്ങോട്ടിട്ടോ. വട ആണ്. വട വിൽക്കുന്നത്. വട, ഉഴുന്ന് വട ഒക്കെ. යට තියෙන එක මොකද්ද මල්ලි? රෝල්ස්. රෝල්ස්ද? රෝල්ස් එක කීයද? රෝල්ස් එකක් 80යි. බිත්තර රෝල්ස් එක. බිත්තර රෝල්ස්. හයක් අතර බිත්තර. හයද? ඒක ඇතුලේ විතර එන්නේ. මේ වඩේ. වඩේ. දවසින් අදානේ. වඩ ගන්නවද? කීයද ගන්නේ? දුන්න සල්ලි දේවි. අනේ මෙතන පොඩ්ඩක් ගිහින් යන්න මෙරදි කඩේට. මම මෙයාගේ ගන්නයි කියලා කාටද රෙදි ගන්න? රෙහාවත් එක්කන හරිද? මම යල්ලන්න. വാഹന യാത്ര ചെയ്യുന്നതോ? എനിക്ക് ഇവിടുത്തെ ഭാഷ അറിയാം. അതുകൊണ്ടാണ് ഇവിടുത്തെ ഭാഷയെല്ലാം സംസാരിക്കുന്നത്. ഇവിടെ എല്ലാവരും ഇതുപോലെ ഗൗൺ പോലാണ് ഇട്ടുന്നെടുക്കുന്നത്. പിന്നെ ഇവിടെ തുണി വിൽക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഇടുന്ന പോലെയാണ് ഉണ്ട്. ജാക്കറ്റുകളും ബ്ലൗസുകളും പാവാടകളും ആണ് ഇവിടെ ഉള്ളത്. ഉടുപ്പുകളും ഇവർ ഇടുന്ന പോലെയാണ് കേട്ടോ. ഒക്കെ തുണി എങ്ങനെയുണ്ടോ നോക്കാം. തുണി നോക്കാം. നല്ല തുണിയാണ് കേട്ടോ. ഇവിടെ കോട്ടൻ്റെ ഡ്രസ്സുകളാണ് ഇടുന്നത് കേട്ടോ. ഷിപ്പൊന്നും അങ്ങനത്തെ ഇടുന്നില്ല. അങ്ങനെ ഇടാത്തത് എന്താ, ഇവിടെ ഇത്തിരി ചൂടാണ് വെയിൽ വരുമ്പോൾ. അപ്പോൾ ചൂട് കാരണം ഇവർ അങ്ങനത്തെ തുണിയിലൊക്കെ ഇടാത്തത്. ഇതുപോലെ ഇങ്ങനത്തെ ഒരു വലുതുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് മേടിക്കായിരുന്നു. എത്രയുണ്ട് ചോദിക്കട്ടെ കേട്ടോ. കാരണം ഈ പുള്ളിയുടെ തുണിയാണ്. ഒക്കെ ഹലോ മേ ഗൗമക്ക് ഏത് 10 ഏത് 2500 രൂപ തരാം ഈ തുണിക്ക്, ഈ ഉടുപ്പിന്. അപ്പോൾ 2500 രൂപയ്ക്ക് നമുക്ക് വേണ്ട. ഇത്രയും പൈസ ഇവിടുത്തെ നമ്മുടെ 500 രൂപയാണ്. നമ്മുടെ 500 രൂപയ്ക്ക് ഇത് കൊള്ളുന്നില്ലാണ്ടാ തോന്നുന്നു. മിക്ക ഇതന്നെ 10 മനസ്സിലായില്ലോ. മൗനിക്കാൻ കത്ത വീഡിയോ ഒക്കെ കാണും. നല്ല വില കൂടുതലാണ്. കാരണം തുണികൾക്ക് വില കൂടുതലായിരിക്കും. ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഓരോരു ആഴ്ചക്കുള്ള സാധനം ഇങ്ങനെ ഈ ജനങ്ങൾ വന്ന് മേടിക്കും. പിന്നിട്ട് അടുത്ത ശനിയാഴ്ച പിന്നെ ഇപ്പോൾ വേറൊരു സിറ്റിയിലും നാളെ വേറൊരു ഭാഗത്തേക്ക് ഉണ്ടാവും ഇങ്ങനെ. അപ്പോൾ എല്ലാ സ്ഥലത്തിലും ഇങ്ങനത്തെ കച്ചവടങ്ങൾ ഉള്ളതാണ്.